മലയാളത്തിൽ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ജോണറാണ് ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. ഈ ജോണറിൽ വന്ന ഈ വർഷം ഇറങ്ങിയ സിനിമയാണ് മരണമാസ്. ഡയറക്ട് ചെയ്തിരിക്കുന്നത് ശിവപ്രസാദ്, സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് സിജു സണ്ണിയാണ്, ആക്ടറായ സിജു സണ്ണി. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫ്, സിജു സണ്ണി, സുരേഷ് കൃഷ്ണ, അനീഷ്മ തുടങ്ങി ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. ഈ മെയിനായിട്ട് ഈ 5-6 ക്യാരക്ടേഴ്സിലാണ് ഈ സിനിമ കഥ പറയുന്നത്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് പല ലൈഫിൽ പോകുന്ന കുറച്ച് ക്യാരക്ടേഴ്സ്, ഇവരെല്ലാം ഒരു ബസ്സിൽ ഒരുമിച്ച് കൂടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതും അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ്. അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കാരണം സ്പോയിലർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ ട്വിസ്റ്റുകളൊക്കെ വെച്ച് പോകുന്ന ഒരു ഡാർക്ക് ഹ്യൂമർ സിനിമയാണ്. ഒരാൾ മരിച്ചു കിടന്നാൽ പോലും നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. OTT വന്നതിന് ശേഷം എല്ലാവർക്കും വർക്കായിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ തിയേറ്ററിൽ വളരെ ഒരു ഹിറ്റ് ആയിരുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ ആ ഒരു മൂഡിൽ കണ്ടാലേ വർക്കാകത്തുള്ളൂ. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഈ ഡാർക്ക് ഹ്യൂമർ ആണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ കാണണം. അല്ലാതെ ഇതൊരു നല്ല വലിയൊരു സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ച് ഇവരൊക്കെ എന്തിനാണ് ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ, ഈ കരയേണ്ട സമയത്ത് ചിരിക്കുക അല്ലെങ്കിൽ ചിരിക്കേണ്ട സമയത്ത് കരയുക എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു ജോണറാണ് ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. അത് ഇപ്പോഴും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ഏജായ ആൾക്കാർക്കൊന്നും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ആ ഒരു വേറൊരു മോഡലുള്ള സിനിമയാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോവിനോയാണ്. അതുപോലെ ടോവിനോയുടെ ഒരു ഗസ്റ്റ് റോളും ഈ സിനിമയിലുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കിടിലൻ ഗസ്റ്റ് റോളും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. അതുമല്ല, സ്പോയിലർ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബസ്, ആ ബസ്സിലെ ഡ്രൈവർ, കണ്ടക്ടർ ഇവർ പോകുന്നതിനിടയിൽ അവിടെ ആ ബസ്സിലുണ്ടാകുന്ന ഒരു സംഭവം, അതിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റോറിയാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിലെ പെർഫോമൻസ്, സുരേഷ് കൃഷ്ണയുടെ പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ്. സിജു സണ്ണിയുടെ ആ ക്യാരക്ടറൊക്കെ ആണെങ്കിലും നമുക്ക് ഇമോഷണലി കണക്ട് ആയിട്ട് പോകുന്ന ഒരു രീതിയിലുള്ളൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് സിനിമയിലുള്ള. ബേസിൽ ജോസഫിന്റെ ആണെങ്കിൽ ചില സിനിമകൾ ഓവർ ആക്കേണ്ട സിറ്റുവേഷൻസിൽ പോലും വളരെ കൺട്രോൾഡ് ആയിട്ട് പോകുന്ന നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സിനിമയിൽ പോകുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രായമുള്ള ഒരു ആടെ ക്യാരക്ടർ. ആ ക്യാരക്ടർ എന്ന് പറയുന്നത് തുടക്കത്തിൽ കണ്ടു കഴിയുമ്പോൾ നമുക്കങ്ങ് എന്ത് മനുഷ്യൻ എന്നുള്ള രീതിയിൽ തോന്നിയിട്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ ഒരൊറ്റ ഡയലോഗിൽ, ഒരാളുടെ ഒരു ഒറ്റ ഡയലോഗിൽ ആ ക്യാരക്ടറിനെ പറ്റി നമ്മളങ്ങ് മാറുകയാണ്. പിന്നെ നമുക്ക് അയാളോട് ഒരു വേറെ ഒരു വികാരമായിരിക്കും തോന്നുന്നത്. അത് ആ മൂഡിൽ പോകുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനോട് നമുക്ക് എന്താണോ തോന്നുന്നത് അതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവലിൽ തോന്നുന്ന ഒരു ക്യാരക്ടർ. ആ പെർഫോമൻസ് അങ്ങനെ ഒരു ക്യാരക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണോ ഒരു റിയൽ ആയിട്ടൊരു ക്യാരക്ടർ എന്ന് തോന്നുന്ന രീതിയിൽ ആ പെർഫോമൻസ് ആ പ്രായമുള്ള ആളിൽ ചെയ്തിട്ടുണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ആ ക്യാരക്ടറിനോട് നമുക്ക് ഉണ്ടായ ഒരു വികാരം അതെന്താണോ അതങ്ങ് മാറാത്ത രീതിയിൽ തോന്നി. ഇപ്പോഴും ആ ഒരു ക്യാരക്ടർ ആ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ആക്ടർ എന്ന് പറയുന്നത്. പിന്നെ ടോട്ടലി ഒരു ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു നോർമൽ ഒരു ഹ്യൂമർ മൂവിയാണ്. ചെറിയ ചെറിയ കോമഡികൾ, അത് ഡാർക്ക് ഹ്യൂമർ ആണ്. ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വർക്കാകണമെന്നില്ല ഈ ഇതിലെ കോമഡികൾ. പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കായി. ഒരു നോർമൽ നല്ലൊരു സിനിമയായിട്ട് തന്നെ തോന്നി. ഇങ്ങനത്തെ ഡാർക്ക് ഹ്യൂമർ മൂവീസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടിരിക്കാവുന്ന ഒരു ജസ്റ്റ് ഒരു ഫൺ റൈഡ് മൂവിയാണ്. ഒന്ന് കണ്ടു നോക്കാം.